ഡോക്ടർ കാവേരി വസന്താറാം, മെഡിക്കൽ ഡയറക്ടർ, ആയുധാർ ആയുർവേദിക് സെന്റർ, നിങ്ങളുടെ ആയുർ കാവേരി. പലരും സംശയം പറഞ്ഞ ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവസാനം എനിക്കും മെന്റലി സാറ്റിസ്ഫൈഡ് ആയപ്പോൾ ചെയ്യാമെന്ന് കരുതി. ഇപ്പൊ പലർക്കും അറിയാം അതിനെപ്പറ്റി. മറ്റൊന്നുമല്ല, മെൻസ്ട്രൽ കപ്പിന്റെ ഉപയോഗത്തെ പറ്റി. മെൻസ്ട്രൽ കപ്പ് ശരിക്കും സേഫ് ആണ്. നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകൾ, പലർക്കും പാഡ് ഉപയോഗിക്കുന്ന സമയത്ത് പലതരം പാഡുകൾ, അതിൽ റാഷസ് വരാറുണ്ടായിരുന്നു, സ്മെല്ലിന്റെ ഇഷ്യൂസ് വരാറുണ്ട്, അത് ഒഴിവാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അത് കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ പല രീതിയിൽ ഈസിയാണ് ട്രാവൽ ചെയ്യാൻ നേരം. ഇപ്പൊ നിങ്ങൾക്ക് സ്വിം ചെയ്യാം, ഡാൻസ് ചെയ്യാം, സൈക്കിൾ ചെയ്യാം, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മെൻസ്ട്രൽ കപ്പുകൾ. മെൻസ്ട്രൽ കപ്പുകൾ പല തരത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ സ്മോൾ, മീഡിയം, ലാർജ്. അത് നമ്മുടെ ഏജ് അനുസരിച്ചും നമ്മുടെ ബ്ലീഡിങ് അനുസരിച്ചും ഒക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. സ്മോൾ പൊതുവെ മെൻസ്ട്രൽ കപ്പ് എപ്പോഴും ഉപയോഗിക്കേണ്ടത് 18 വയസ്സ് കഴിഞ്ഞവരാണ്. 18 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെ പൊതുവെ സ്മോളിന്റെ ആവശ്യമേ ഉള്ളൂ. 25 വയസ്സിന് ശേഷം സെക്ഷലി ആക്റ്റീവ് ആണ്, മാരീഡ് ആണ്, കുഞ്ഞുങ്ങളുണ്ട്, നോർമൽ ഡെലിവറി കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ മീഡിയം ഉപയോഗിക്കുന്നവരും ഉണ്ട്. 30 വയസ്സിന് മേലെ 2 നോർമൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞവര്, അങ്ങനെ ഒരുപാട് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ലാർജ്. അത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് അത് നോക്കിയെടുക്കാവുന്നതാണ്. പല മെൻസ്ട്രൽ കപ്പുകളും, ഞാൻ വാങ്ങിയ ഒരു മെൻസ്ട്രൽ കപ്പ്, നമുക്കിങ്ങനെ ഒരു ബോക്സിലാണ് കിട്ടുന്നത്. നല്ല രീതിയിൽ പാക്കിങ്ങും അതിലൂടെ സൊല്യൂഷൻസ് വാഷ് ചെയ്യാനും ഒക്കെ ഉണ്ടാവും. അപ്പം പലപ്പോഴും ഇതിനൊരു സ്റ്റെമ്മോട് കൂടി ഉള്ളതുണ്ട്, സ്റ്റെം ഇല്ലാത്തതുണ്ട്, ചിലതൊരു നോബടക്കം എളുപ്പം വലിച്ചെടുക്കാൻ പാകത്തിലുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാം ചെറിയ സുഷിരങ്ങൾ കാണാം. ഇത് ആക്ച്വലി ഒരു വാക്വം രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ നേരം എപ്പോഴും ഒരു ഷേപ്പിൽ, അതായത് യു ഷേപ്പ് അല്ലെങ്കിൽ ഈ ഒരു എൻഡ് ഇങ്ങനെ പോയിന്റ് ചെയ്ത് വരുന്ന രീതിയിൽ, ഇത് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇൻസേർട്ട് ചെയ്യാൻ. ഈ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം ഇപ്പം നമ്മളുടെ വെജൈന ഇതാണെങ്കിൽ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് അത് അവിടെ കറക്റ്റ് ടൈറ്റായിട്ട് ഇരുന്നോളും. പിടികെട്ടി കാണുമല്ലോ, ഇങ്ങനെ ഇരുന്നോളും. ഇത് ഇൻസേർട്ട് ചെയ്യുന്ന രീതി. അതേപോലെ നമ്മൾ ഊരി എടുക്കാൻ നേരം ജസ്റ്റ് ഒന്ന് പ്രഷറൈസ് ചെയ്തിട്ടേ പുഷ് ചെയ്യാവും. ഇത് വാക്വമിൽ നിൽക്കുന്നത് കൊണ്ട് ആ വാക്വം ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തിട്ട് പുള്ളി ചെയ്യാൻ പറയുന്നത്. സ്റ്റെം ഉള്ളതാണെങ്കിൽ നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ പലർക്കും ഉള്ളൊരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് കയറി പോവോ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെജൈനന്ന് സെർവിക്സിലോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇതാണ് സെർവിക്സ് വരുന്നത്. വെജൈന ഏരിയയിൽ ഇങ്ങനെ കപ്പ് പോലെ ചെന്ന് സെർവിസിൽ ലോക്ക് ആവുക ചെയ്യുന്നത്. ഇതിനകത്തോട്ടാണ് നമുക്ക് യൂട്രസും കാര്യങ്ങളും വരുന്നത്. അപ്പൊ എങ്ങനെ യൂട്രസിനകത്തോട്ട് കയറി പോവില്ല. അങ്ങനെ ഒരു പേടിയേ നിങ്ങൾക്ക് വേണ്ട. 10 അവേഴ്സോളം നമുക്കിത് യൂസ് ചെയ്യാനാണ്. പക്ഷെ ഓരോരുത്തർ ഹൈജീൻ അനുസരിച്ച് ചിലവർ 5 മണിക്കൂർ കഴിയുമ്പം 6 മണിക്കൂർ കഴിയുമ്പം നമുക്ക് ശരിക്കും ഇതിലൊരു 25 ml ബ്ലഡ് ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെയുണ്ട് ബ്ലീഡിങ്, ക്ലോട്ട്സ് ഉണ്ടോ, നമ്മളുടെ പീരീഡ്സ് ഹെൽത്തി പീരീഡ്സ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ടീസ് ചെയ്യാനും എളുപ്പമാണ്. ഇതുപോലെ ക്ലോസറ്റിൽ കളയാനും എളുപ്പമാണ്.